ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10ൽ 10 എന്ന സീരീസിന്റെ 29ാമത്തെ ഭാഗത്തെ ആദ്യ ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആരെ? ഓപ്ഷൻസ്: രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, രാഷ്ട്രപതി. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെ അറിയപ്പെടുന്ന പേരെന്ത്? ഓപ്ഷൻസ്: നീർത്തടം, നദീതടം, വൃഷ്ടിപ്രദേശം, ജലവിഭാജകം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, വൃഷ്ടിപ്രദേശം. മൂന്നാമത്തെ ചോദ്യം: ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്? ഓപ്ഷൻസ്: അനുച്ഛേദം 324, 330, 343, 352. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അനുച്ഛേദം 352. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്ക്? ഓപ്ഷൻസ്: പ്രധാനമന്ത്രിക്ക്, രാഷ്ട്രപതിക്ക്, ലോക്സഭാ സ്പീക്കർക്ക്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, രാഷ്ട്രപതിക്ക്. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? ഓപ്ഷൻസ്: ഡിസംബർ ടു ഫെബ്രുവരി, മാർച്ച് ടു മെയ്, ജൂൺ സെപ്റ്റംബർ, ഒക്ടോബർ ടു നവംബർ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാർച്ച് മുതൽ മെയ് വരെ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: പാർട്ട് 1, ഓപ്ഷൻ 2, പാർട്ട് 2 ആണിത് കേട്ടോ, പാർട്ട് 2. അടുത്തത് പാർട്ട് 3, പാർട്ട് 4. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, പാർട്ട് 3. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻസ്: രവീന്ദ്രനാഥ ടാഗോർ, സുധീന്ദ്രനാഥ ദത്ത, രാജാറാം മോഹൻ റോയ്, അമർത്യ സെൻ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരെ? ഓപ്ഷൻസ്: മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, രവീന്ദ്രനാഥ ടാഗോർ. ശരി ഉത്തരം ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? ഓപ്ഷൻസ്: യമുന, ഗംഗ, ലൂണി, രവി. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രവി. 10ാമത്തെയും അവസാനത്തെയും ചോദ്യം: ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഓപ്ഷൻസ്: മലബാർ കലാപം, അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പൂക്കോട്ടൂർ കലാപം. ശരി ഉത്തരം ഓപ്ഷൻ സി, ആറ്റിങ്ങൽ കലാപമാണ്. എത്ര എണ്ണം ശരിയായെന്ന് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തെറ്റിയ ചോദ്യങ്ങൾ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ രാത്രി 10:10 കാണാം. താങ്ക്